ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊച്ചി സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. അത് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ബീഫ്, മല്ലിയില. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ചതച്ചത് ചേർക്കാം. സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് തക്കാളിയും ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് പൊടികളാണ്. പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളും കൂടി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് തൈരും കുറച്ച് നാരങ്ങാനീരും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് യോജിപ്പിച്ച് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി ചോറ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സ്പൈസസ് ഇട്ട് സവാളയും ചേർത്ത് അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. കഴുകി വാരി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലവണ്ണം യോജിപ്പിക്കാം. തീ കുറച്ച് വെള്ളം വറ്റുന്നത് വരെ തീ കുറച്ച് വേവിക്കാം. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് ഒരല്പനേരം മൂടി വയ്ക്കാം. നമ്മുടെ കൊച്ചി സ്പെഷ്യൽ ഇറച്ചിച്ചോറ് റെഡി. ഇത് നമുക്ക് പുളിങ്കറിയുടെ കൂടെയും സലാഡിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല രുചിയാണ്.